20, 21 തീയതികളിൽ ദേശവ്യാപകമായ പണിമുടക്ക് നടക്കുകയാണ്. ഈ പണിമുടക്ക് 1-2 കാരണങ്ങളാൽ ശ്രദ്ധേയമാണ്. നമ്മുടെ രാജ്യത്ത് മുൻകാലങ്ങളിലെല്ലാം നിരവധി പണിമുടക്കുകൾ നടന്നിട്ടുണ്ടെങ്കിലും ആ പണിമുടക്കുകളെല്ലാം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം തൊഴിലാളികൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞതെങ്കിൽ നാളെയും മറ്റന്നാളും നടക്കുന്ന പൊതു പണിമുടക്കിൽ നമ്മുടെ മുഴുവൻ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും പങ്കെടുത്തുകൊണ്ടാണ് ആ പണിമുടക്ക് നടത്തുന്നത്. അങ്ങനെ പണിമുടക്ക് നടത്തുമ്പോൾ തന്നെ ആ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ടെങ്കിലും NDA മുൻകൈ എടുത്തുകൊണ്ട് സ്വതന്ത്ര തൊഴിലാളി സംഘടനകളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ആ സ്വതന്ത്ര തൊഴിലാളി സംഘടനകളെ കൂടി ഈ സമരത്തിന്റെ ഭാഗമാക്കുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ റാലി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സ്വതന്ത്ര കൂട്ടായ്മകളുടെ സ്വതന്ത്ര സംഘടനകളുടെ കൂട്ടായ്മയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി കൺവീനർ സഖാവ് മോഹൻലാലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യ അധ്യക്ഷൻ സൗദിയുള്ള വേദിയിലിരിക്കുന്ന മറ്റ് നേതാക്കന്മാരെ, പ്രിയ സഭാക്കളെ, സുഹൃത്തുക്കളെ, സ്വതന്ത്ര യൂണിയനുകളുടെ കൂട്ടായ്മ അതിൻ്റെ കൊല്ലം ജില്ലാ സംഘാടക സമിതി നേതൃത്വത്തിലാണ് കഴിഞ്ഞ 1 മാസക്കാലമായി ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാര പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. അതിൻ്റെ ഒരു സമാപനം എന്ന നിലയ്ക്കാണ് ഇന്ന് ജില്ലാ റാലിയും യോഗവും എല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലയിലെ പ്രധാനപ്പെട്ട സ്വതന്ത്ര യൂണിയനുകളെല്ലാം തന്നെ ഈ കൂട്ടായ്മയിൽ ഇതിനകം വന്നിട്ടുണ്ട്. ദേശീയ പണിമുടക്ക് രാജ്യത്തെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളാണ് ആഹ്വാനം ചെയ്തതെങ്കിലും ആ പണിമുടക്കിന്റെ കൂട്ടായ്മയിൽ ഇനിയും വരാത്ത തൊഴിലാളി വിഭാഗത്തെ കൂടി ഈ പ്രക്ഷോഭത്തിലേക്ക് അണിനിരത്തണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സ്വതന്ത്ര യൂണിയനുകളുടെ കൂട്ടായ്മ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കൂട്ടായ്മയിൽ കൊല്ലം ജില്ലയിൽ തന്നെ 10ഓളം സംഘടനകൾ ഇതിനകം അണിനിരന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടക യൂണിയനാണ് AKTA, തയ്യൽ തൊഴിലാളികളുടെ സംഘടന. 3 ലക്ഷത്തോളം തൊഴിലാളികൾ അണിനിരന്നുള്ള സംഘടനയാണ്. അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തെ, പ്രൈവറ്റ് മെഡിക്കൽ രംഗത്തെ 2 സംഘടനകൾ ഈ കൂട്ടായ്മയിൽ അണിനിരത്തുണ്ട്. 15,000-20,000 തരം മെമ്പർഷിപ്പ് തൊഴിലാളികൾ അണിനിരത്തുന്ന സംഘടനയാണത്. അതുപോലെ തന്നെ കരാർ തൊഴിലാളി ഫെഡറേഷൻ, KSCB-യിലെ കരാർ തൊഴിലാളി ഫെഡറേഷൻ 14,000-ഓളം തൊഴിലാളികൾ അണിനിരത്തുന്ന സംഘടനയാണത്. KSCB-യിലെ സ്ഥിരം ജീവനക്കാരുടെ അത്രയും എണ്ണം തൊഴിലാളികളുണ്ട് കരാർ മേഖലയിൽ. സ്വതന്ത്രവും ജനാധിപത്യവുമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. തൊഴിലാളികളെ ആകമാനം ഉൾക്കൊള്ളുന്നതായിരിക്കും വേദികൾ എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അത് ഞങ്ങളെ സ്വതന്ത്ര യൂണിയനിലെ കൂട്ടായ്മ കണ്ടുപിടിച്ചൊരു മുദ്രാവാക്യമല്ല. തൊഴിലാളികൾക്ക് ആചാര്യന്മാർ ഉയർത്തിയതാണ്. തൊഴിലാളികളെ ആകമാനം ഉൾക്കൊള്ളുന്നതായിരിക്കണം. ജനാധിപത്യപരമായി കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ തൊഴിലാളികളെ യോജിപ്പിച്ച് അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന യൂണിയന്റെ പ്രവർത്തകനാണ്, നേതാവാണ് സഹവിജയമുള്ള. ആ സഹാബിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും മാതൃകാപരമായ പ്രക്ഷോഭ സമരങ്ങളെല്ലാം ഒന്നും തന്നെ ഗവൺമെന്റിനെ കണ്ണുതുറപ്പിക്കാൻ പര്യാപ്തമായില്ലെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ തന്നെ നടന്ന ചർച്ച, കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളി സംഘടനയുമായി നടന്ന ചർച്ചയിൽ യാതൊരു പ്രശ്നവും ചർച്ച ചെയ്യാൻ അവർ തയ്യാറായില്ലെന്നത് മാത്രമല്ല, ആ ചർച്ചയോട് സമാന്തരമായി തന്നെ തൊഴിലാളികൾ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ആ ഫാക്ടറി തുടക്കുന്നതിനുള്ള അതിശക്തമായ സമരം നടത്തി അവസാനം മാനേജ്മെന്റ് കൊടുത്ത കേസ് ബോംബെ കോടതിയിൽ ഈ മാനേജ്മെന്റിന് അനുകൂലമായി വിധി പറയുന്നതിന് വക്കത്തെത്തിയപ്പോൾ ഈ സംഘടന ഇടപെട്ടുകൊണ്ട് കോടതിയിൽ സംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് AKTA. അതിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ NC ബാബു അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫീസ് അസോസിയേഷൻ പ്രൈമോസ് ഞങ്ങളുടെ ഈ സംരംഭം തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഈ ആശയം മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം യോജിച്ച് ഈ പ്രവർത്തനത്തിൽ മുൻകൈ വരുന്ന ഫോട്ടോഗ്രാഫി നിരവധി സഹാക്കളും സുഹൃത്തുക്കളും അതിന്റെ പ്രവർത്തകർ ഈ റാലി അണിനിരന്നിട്ടുണ്ട്. അതിന്റെ ഭാരവാഹിയായ പ്രൈമോസ് യേശുദാസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. S. രാജദാസ്, കർഷക ഫെഡറേഷൻ, കേരള സംസ്ഥാന കർഷക ഫെഡറേഷൻ തൊഴിലാളി രംഗത്തുള്ള പോലെ തന്നെ കർഷക രംഗത്തും
ഈ കർഷകരെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരെ യോജിപ്പിച്ച് അണിനിർത്തിക്കൊണ്ട് മാത്രമേ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചെങ്കിൽ മാത്രമേ കൃഷിക്കാരുടെ ഐക്യം ശക്തമാകൂ, അങ്ങനെ മാത്രമേ ഗവൺമെന്റ് നയത്തിൽ പിന്തിരിപ്പിക്കാൻ കഴിയൂ എന്ന ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് കർഷക ഫെഡറേഷൻ ആൾ ഇന്ത്യ സംഘടനയാണ്. അതിന്റെ കൊല്ലം ജില്ലാ ഘടകത്തിന്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് രാജദാസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഫോട്ടോഗ്രാഫേഴ്സ് ഡേ, കേരള സംസ്ഥാന ഫോട്ടോഗ്രാഫേഴ്സിന്റെ സംസ്ഥാന സെക്രട്ടറി അശോകൻ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ കൂട്ടായ്മയിൽപ്പെട്ട എല്ലാ കട യൂണിയന്റെയും ജില്ലാതലത്തിലുള്ള പ്രവർത്തകർ നേതാക്കന്മാരിവിടെ അണിനിരക്കുന്നുണ്ട്. അവരെല്ലാം പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഞാൻ ഈ യോഗത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. സ്വതന്ത്രമായി സംഘടിച്ച തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വിളിച്ചു ചേർക്കപ്പെട്ടതും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർത്തെഴുന്നേറ്റുമുണ്ട്. എന്നാൽ ഈ ആശയങ്ങളെ പൂർണ്ണമായും മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗത്തിന് ശതമാനം വരുന്ന തൊഴിലാളി വർഗത്തെ നാളത്തെ ഈ സമരത്തിൽ അണിനിരത്താൻ ഐക്യ ട്രേഡ് യൂണിയനുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു തിരിച്ചറിവിലാണ് ഇന്ന് ഈ കൊല്ലം പട്ടണത്തിൽ ഇത്തരണത്തിലൊരു പ്രകടനവും ഒരു പൊതുസമ്മേളനവും നടക്കേണ്ടതായിട്ട് വന്നത്. ഞങ്ങളെ ചുട്ട മറുപടി കൊടുക്കാൻ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ന് ഈ ഒത്തുകൂടിയിരിക്കുന്ന ഈ സ്വതന്ത്ര തൊഴിലാളോ ബഹളിയോ ആയിരിക്കാമെന്നാണ് ഞാൻ അത് അന്നേരം ചിന്തിച്ചുപോയി. പക്ഷെ അല്ലാന്ന് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഞങ്ങളെ മാത്രമല്ല പിന്നെ വെച്ചത് ഇങ്ങനെ ഇറങ്ങിയവരെ എല്ലാവരെയും ഞങ്ങൾ വെടിവെച്ചു കൊണ്ടുകളയും. ഇതൊന്നും ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല സുഹൃത്തെ, ഇതൊന്നും ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല. ഈ രാജ്യത്ത് അന്ന് ഞങ്ങൾ കേട്ട ഒരു ശബ്ദമാണ് ഈ പ്രസ് ക്ലബിൽ എന്താ കേട്ടത്? നമ്മുടെ രാജ്യത്തിന്റെ തൊഴിലുറപ്പ് മന്ത്രിയോട് INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ രാത്രി പോയി ചർച്ച ചെയ്തു. INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ രാജ്യത്തെ തൊഴിലുറപ്പ് മന്ത്രിയോട് ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രസ് ക്ലബ് ഇറങ്ങി പോകുമ്പോൾ എന്റെ വിശ്വാസം ഈ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ പോഷക സംഘടനയായ INTUC-യുടെ ദേശീയ പ്രസിഡന്റ് ഈ രാജ്യത്തെ അണിയേർന്നിരിക്കുന്നത്. ഇത് തിരിച്ചറിയണം. നിങ്ങൾ ഈ തുടങ്ങി വെച്ച പ്രവർത്തികള്, ഈ ഏറ്റെടുത്ത ദൗത്യം സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്യത്തെ സമരഭടന്മാർ ഏറ്റെടുത്തതിനേക്കാൾ തീവ്രതയുള്ളതാണ്. സങ്കുചിത രാഷ്ട്രീയത്തിന്റെ പേരിൽ, സ്വന്തമായ ലാഭത്തിന്റെ പേരിൽ തൊഴിലാളി വർഗത്തിന് പണയം വെക്കുന്നവരെ ഉറക്കമൊഴിഞ്ഞ് കണ്ണും കാതും അവരിലേക്ക് ശ്രദ്ധയാകർഷിച്ചിരിക്കേണ്ട കാലഘട്ടമായി. ഇതിനെ അതിജീവിച്ചുകൊണ്ട് നാം ഏറ്റെടുത്ത ദൗത്യം രാജ്യത്തെ 80 കോടി ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഈ രാജ്യത്തെ കാർന്നു തില്ലുന്ന വിലക്കയറ്റവും ഈ രാജ്യത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ച ആഗോളീകരണവും തുടങ്ങിയ സമസ്ത ഭരണ നേതൃത്വങ്ങളിൽ എത്തുന്ന കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ എത്തിയിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിയായാലും രാഷ്ട്രീയപരമായി യാതൊരുവിധ പാരമ്പര്യവുമില്ലാത്ത പ്രധാനമന്ത്രി ആയിരുന്നാലും ഇവരെ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന, ഇതുവരെ ഏൽപ്പിച്ചിട്ടുള്ള ഇത്തരം കരിനിയമങ്ങളെ കാറ്റിപ്പുറത്തുവാനും പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതളിക്കുന്ന സമ്പ്രദായത്തെ അവസാനിപ്പിക്കുവാനും കർഷകന് ജീവിക്കാൻ അനുവാദമില്ലാത്തതുപോലെ തൊഴിലാളി വർഗത്തിന് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തതുപോലെ സമത്വം വേണമെന്ന് മുറവിളി കൂട്ടുന്നവരെ 400 രൂപ കൊണ്ട് 80 വയസ്സുള്ള കർഷകരെങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കാത്തവരെ പെൻഷൻ കാര്യത്തിലടക്കം സമത്വമായ തീരുമാനങ്ങൾ എടുക്കുവാനും സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും വരാൻ പോകുന്ന ബഡ്ജറ്റുകളിൽ ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ കഴിയാത്ത ഒരു പശ്ചാത്തലമുണ്ടായാൽ ഇനിയും ഇതിനേക്കാൾ ശക്തമായും വീര്യമായും നമുക്കൊന്നുകൊന്നായി ഉണർന്ന് പ്രക്ഷോഭങ്ങളിലേക്ക് പോകണമെന്ന് തൊഴിലാളികളുടെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും ഈ ധർമ്മസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയായി പ്രഖ്യാപിച്ചുകൊണ്ടും എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് സഹാവ് M. രാജനെ ക്ഷണിച്ചോളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സഹാവ് NC ബാബു, മറ്റ് ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹാക്കളെ, രാജ്യമാകെ 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സമരത്തിന് തയ്യാറെടുക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ
ആദ്യമാണ് 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പണിമുടക്കിന് തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനും ചേർന്നാണ് ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നത് എന്ന പ്രാധാന്യവും ഈ പണിമുടക്കിനുണ്ട്. പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ ഈ പണിമുടക്കിനോടെടുക്കുന്ന സമീപനം എന്താ? 6 മാസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 4-ാം തീയതി 2012 സെപ്റ്റംബർ 4-ാം തീയതി ഡൽഹിയിൽ ചേർന്ന കൺവെൻഷനാണ് എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും സംയുക്ത കൺവെൻഷൻ. സമയം കിട്ടിയില്ല. ഇന്നലെയാണ് തയ്യാറായത്. ഇന്നലെ തയ്യാറായിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഈ ആവശ്യങ്ങൾ സംബന്ധിച്ച് പഠിക്കാൻ സമയം വേണം. ഇന്ത്യയിലെ എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനും ചേർന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി 48 മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടും 6 മാസം ഗവൺമെന്റ് ഉറങ്ങുകയായിരുന്നു. ചർച്ച നടത്താൻ സന്നദ്ധമായില്ല. ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് തൊഴിൽ മന്ത്രി മല്ലികാർജുൻ ഖാർഗെ യൂണിയൻ നേതാക്കന്മാരുമായി ചർച്ച നടത്താൻ സന്നദ്ധമായത്. അവിടെ അദ്ദേഹം പറഞ്ഞതായി, ഇന്ത്യയുടെ തൊഴിൽ മന്ത്രി പറഞ്ഞതായി മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് ഗവൺമെന്റ് നിസ്സഹായമാണ്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ഗവൺമെന്റിന്റെ നിസ്സഹായത. ഫെബ്രുവരി 28-ാം തീയതി ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച പണിമുടക്കിയത്. പക്ഷേ ഗവൺമെന്റ് ആ പണിമുടക്കിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് ഗൗരവപൂർണമായ എന്തെങ്കിലും സമീപനം എടുത്തോ? എടുത്തില്ലെന്ന് മാത്രമല്ല, തൊഴിലാളി വിരുദ്ധ നയങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കുകയാണ് ഉണ്ടായത്. വിലക്കയറ്റത്തിന്റെ കാര്യം തന്നെ എടുത്താൽ, അടിക്കടി വിലക്കയറ്റത്തിൽ ഇടയാക്കുന്ന നയങ്ങളല്ലേ. വളരെ അനിവാര്യമായ ഒരു സമരമുഖത്താണ് ഈ നാട്ടിൽ തൊഴിലെടുക്കുന്ന ജനങ്ങൾ നിൽക്കുന്നത്. ഇവിടെ സ്വാഗത പ്രവർത്തകനും നമ്മുടെ ഈ സമരം ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടനമൊക്കെ തന്നെ ഈ സമരത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് വളരെ വ്യക്തമായി പാട്ടിൽ പറയുകയുണ്ടായി. ഈ രാജ്യത്ത് പണിയെടുക്കുന്നവരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പിക്കാത്തൊരു കാലഘട്ടം, നിലവിലുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന കാലഘട്ടം, തൊഴിലാളികൾക്ക് അവരുടെ ജീവിതം വഴിമുട്ടിരിക്കുന്ന കാലഘട്ടം, ഈ രാജ്യത്ത് അരാജകത്തിൻ്റെയും അരാഷ്ട്രീയത്തിൻ്റെയും ഒരു സന്ദേശം ഈ നാട്ടിൽ പകരുന്ന കേന്ദ്ര സംസ്ഥാന അമേരിക്ക 2014 സമരങ്ങൾക്ക് തന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള അവന്റെ അവകാശം ശ്രമിക്കാനുള്ള സമരങ്ങളാണ്. ഇവിടെ രാഷ്ട്രീയത്തിനും വർഗത്തിനും അതീതമായിട്ടുള്ള ഒരു സമരത്തിന് ഇവിടുത്തെ സ്വതന്ത്ര തൊഴിലാളി സംഘടന ആഹ്വാനം ചെയ്യുന്ന ഈ സമര പരിപാടി ആൾക്കെല്ലാം വോട്ടുവരും പറയുമ്പോൾ ഞങ്ങൾ സംരംഭത്താണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങുള്ള ഫോട്ടോഗ്രാഫറായാലും വീഡിയോഗ്രാഫറായാലും അനുബന്ധ തൊഴിൽ മേഖലയിൽ പങ്കെടുക്കുന്നവരൊക്കെ തന്നെ ഇന്നത്തെ തൊഴിൽ രംഗം വളരെ സ്തംഭനാവസ്ഥയിലാണ്. ഈ മാസം ഫെബ്രുവരി 26 ഞങ്ങൾ സമരം ചെയ്ത പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള മുദ്രാവാക്യമാണ് ഈ സംഘടന ഇന്ന് നമ്മളിവിടെ വിളിച്ച മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ വർഗീയവാദിയായിട്ടും മാവോയിസ്റ്റുകളായിട്ടും മാറ്റുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു എന്ന ഈ സമരപരിപാടി 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദേശീയ പണിമുടക്കിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രകടനവും ഈ പൊതുസമ്മേളനവും ഔപചാരികമായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും ഈ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. വിവിധ